വിളപ്പിൽ മോഡൽ ഇംഗ്ലീഷ് ലേണിംഗിന്റെ 11ാമത് അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 7 കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഒന്നാമത്തേത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഉപയോഗങ്ങളെ കുറിച്ചിട്ടാണ്. രണ്ടാമത്തേത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ എങ്ങനെ ആം, ഈസ്, ആർ എന്നിവ ഉപയോഗിച്ച് പോസിറ്റീവ് വാക്യങ്ങളും നെഗറ്റീവ് വാക്യങ്ങളും നിർമ്മിക്കാം എന്നുള്ളതാണ്. മൂന്നാമത്തേത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ WH ക്വസ്റ്റ്യൻസും യെസ് ഓർ നോ ക്വസ്റ്റ്യൻസും എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളത്. നാലാമത്തേത് നെഗറ്റീവ് ചോദ്യവാക്യങ്ങളാണ്. കോൺട്രാക്റ്റഡ്, നോൺ കോൺട്രാക്റ്റഡ് വിഭാഗത്തിൽപ്പെട്ട 3 ടൈപ്സിലുള്ള 3 തരത്തിലുള്ള നെഗറ്റീവ് ചോദ്യവാക്യങ്ങൾ എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതാണ് നാലാമത്തേത്. അഞ്ചാമത്തേത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ എയ്തർ, നെയ്തർ, ടു എന്നിവയൊക്കെ ഉപയോഗിച്ച് എങ്ങനെ റെസ്പോണ്ടുകളും ഷോർട്ട് റെസ്പോൺസസും നിർമ്മിക്കാം എന്നുള്ളത്. ആറാമത്തേത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ വരുത്താറുള്ള ചില കോമൺ എറേഴ്സിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഏഴാമത്തേത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ കഴിഞ്ഞ 10-40 വർഷങ്ങളായിട്ട് വന്നിട്ടുള്ള ചില ചേഞ്ചസ് ആണ്. എന്ന് പറയുമ്പോൾ സ്റ്റാർ മൂവീസ് ഒക്കെ കാണുന്നതാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ആം നോട്ട്, ഈസ് നോട്ട്, ആർ നോട്ടിന് പകരം ചില പുതിയ പദങ്ങളൊക്കെ അവർ ഉപയോഗിക്കുന്നതായിട്ട്. അപ്പൊ ഈ പദങ്ങളൊക്കെ ഗ്രാമറിൽ ആക്സെപ്റ്റബിൾ ആണോ അല്ലയോ എന്നുള്ള കാര്യങ്ങളാണ് ഏഴാമത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നമുക്ക് ആദ്യം പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഉപയോഗങ്ങൾ പരിചയപ്പെടാം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വിവരിക്കുന്നതിനാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിപ്പോ എന്താ ചെയ്യുന്നത്? യൂട്യൂബിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പുറത്ത് മഴ പെയ്യുകയാണ്. ഇത്തരത്തിൽ ഈ നിമിഷം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വിവരിക്കുന്നതിനാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. കണ്ടിന്യൂസിന്റെ സ്പെല്ലിംഗ് ശ്രദ്ധിച്ചോളുക. CONTINUOUS ആണ്. CONTINUES അല്ല. നമ്മൾ സിനിമയൊക്കെ കാണാൻ നേരത്ത്, ടിവിയില് മൂവീസ് ഒക്കെ കാണാൻ നേരത്ത് ഫിലിം കണ്ടിന്യൂസ് എന്ന് എഴുതി കാണിക്കും. ആ സ്പെല്ലിങ്ങും ഈ സ്പെല്ലിങ്ങും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് ഡസ് പ്ലസ് കണ്ടിന്യൂ കണ്ടിന്യൂസ് ആയതാണ്. ഒരു നോട്ടീസ് കൊടുക്കാൻ ഡസ് ആണ് സാധാരണ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഡു ആണ് ഉപയോഗിക്കുക. അതും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇതിന്റെ സ്പെല്ലിംഗ് CONTINUOUS. അപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വിവരിക്കുന്നതിനാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, നമ്മളൊരു കാര്യത്തിന്റെ മിഡിലാണ് അല്ലെങ്കിൽ ഇടയ്ക്കാണ് എന്ന് പറയാനും പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാം. ഉദാഹരണത്തിന് ഇപ്പോ നമ്മൾ കിടന്ന് ഉറങ്ങുന്നതിന്റെ ഇടയിൽ ഒരാൾ ഫോൺ ചെയ്തു. അപ്പൊ നമ്മൾ ഉറക്കത്തിന്റെ ഇടയിൽ ഫോൺ എടുത്തിട്ട് പറയും, എടാ ഇത്തിരി കഴിഞ്ഞിട്ട് വിളിക്കാം, ഞാൻ ഉറക്കത്തിലാണ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഉറക്കത്തിലല്ല, നമ്മൾ അദ്ദേഹമായിട്ട് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ ഉറക്കത്തിന്റെ ഇടയിലാണ് എന്നാണ്, ഞാൻ ഉറക്കത്തിലാണ് എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. അതുപോലെ ഇപ്പോൾ ഒരാൾ നമ്മളെ ഒരു പുസ്തകം വായിക്കാൻ തന്നെന്ന് വിചാരിക്കുക. ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് കൊടുക്കാൻ നമ്മൾ പുള്ളിയോട് പറഞ്ഞു. ഒരു 2 ദിവസം കഴിയുമ്പോൾ പുള്ളി നമ്മളെ പുറത്ത് വെച്ച് കണ്ടു. അപ്പോൾ പുള്ളി നമ്മളോട് ചോദിക്കണം, എടാ പുസ്തകം വായിച്ചു കഴിഞ്ഞോ, തിരിച്ചു തരാറായോ? അപ്പൊ നമ്മൾ പറഞ്ഞു, എടാ തീർന്നില്ല, വായിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു 2 ദിവസത്തിനകത്ത് തിരിച്ചു തരാം എന്ന് പറയും. വായിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. പക്ഷെ ഇപ്പൊ നമ്മൾ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയല്ല, നമ്മൾ അദ്ദേഹവുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പോൾ ഞാൻ വായിക്കുന്നതിന്റെ ഇടയിലാണ്, 3-4 ദിവസം കൂടി കഴിയുമ്പോൾ അത് കഴിയും എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ മറ്റൊരാളോട് ചോദിക്കുന്നു, നമ്മൾ വൈകുന്നേരം മാർക്കറ്റിൽ വെച്ച് നമ്മൾ ഒരാളെ കണ്ടു, പുള്ളിയോട് ചോദിക്കാം, നീ രാവിലെ കുറച്ച് ദിവസമായിട്ട് രാവിലെ എന്ന് എഴുന്നേറ്റ് പോകുന്നതാണല്ലോ, എവിടേക്കാ പോകുന്നത്? അപ്പൊ പുള്ളി പറയാം, ഞാൻ ഡ്രൈവിംഗ് പഠിക്കുകയാണ് എന്ന് പറയുമ്പോൾ മാർക്കറ്റിൽ വെച്ചിട്ടാണ് കണ്ടത്. പുള്ളി ഇപ്പൊ ഡ്രൈവിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയല്ല, എന്നാലും 5-6 ദിവസമായിട്ട് ഇതാണ് പണി, ഡ്രൈവിംഗ് പഠനത്തിന്റെ ഇടയിലാണ് പുള്ളി ഇപ്പോൾ എന്നാണ് പുള്ളി പറഞ്ഞത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഇത്തരത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യത്തിന്റെ ഇടയിലാണ് എന്നീ 2 കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതിനാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. അപ്പൊ ഉപയോഗം പഠിച്ച സ്ഥിതിക്ക് ഇനി നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എങ്ങനെയാണ് വാക്യങ്ങൾ നിർമ്മിക്കുന്നത് എന്ന് പരിശോധിക്കാം. സിമ്പിൾ പാസ്റ്റിൽ നമ്മൾ ഡിഡും, സിമ്പിൾ ഫ്യൂച്ചറിൽ വില്ലും ഷാളും, സിമ്പിൾ പ്രസന്റ് ഡൂം ഡസും ഉപയോഗിച്ചതുപോലെ ഇവിടെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന 3 സംഗതികളാണ് ആമും, ഈസും, ആറും. എന്ന് പറയുമ്പോൾ ഐ വന്നാൽ ആം ഉപയോഗിക്കണം. ഹി, ഷീ, ഇറ്റ് എന്നിവ വന്നാൽ ഇസ് ആണ് ഉപയോഗിക്കേണ്ടത്. അടുത്തത് വി, യു, ദേ വന്നാൽ ആർ ഉപയോഗിക്കണം. ഐ ആം, ഹി, ഷീ, ഇറ്റ്, ഈസ്, വി, യു, ദേ, ആർ. ഇത് മാത്രം പോരാ,
വിയോടൊപ്പം വരുന്ന എല്ലാ വെർബുകളോടൊപ്പം എന്ന് പറയുമ്പോൾ പ്ലേ ആവാം, റൈറ്റ് ആവാം, ഈറ്റ് ആവാം, ഇങ്ങനെയുള്ള വാക്കുകളെയാണ്, പ്രവൃത്തികളെയാണ് നമ്മൾ വെർബുകൾ എന്ന് പറയുന്നത്. എല്ലാത്തിനും ഒപ്പം തേന്മാവൻ കൊമ്പത്ത് എന്ന സിനിമയിൽ മോഹൻലാൽ പറഞ്ഞതുപോലെ എല്ലാത്തിന്റെ അവസാനം ഒരു ING കൂടി ചേർക്കണം. എന്ന് പറയുമ്പോൾ പ്ലേ പ്ലേയിങ്, റൈറ്റ് റൈറ്റിംഗ്, ഈറ്റ് ഈറ്റിംഗ്, റൺ റണ്ണിങ്, മീറ്റ് മീറ്റിംഗ്. അപ്പൊ നമുക്ക് ഈ വാക്യ നിർമ്മാണത്തിലേക്ക് പോകാം. ഐ വന്നാൽ ആം പ്ലസ് ING, ഹി ഷീ ഇറ്റ് വന്നാൽ ഇസ് പ്ലസ് ING, വി യു ദേ വന്നാൽ ആർ പ്ലസ് ING. എന്ന് പറയുമ്പോൾ രാജു ഹി ആണ്, ഹി ഇസ് ആണ് വരിക. അടുത്ത രാജുവും റാണിയും വരുമ്പോൾ രാജുവും റാണിയും ദേ ആയി, അപ്പോൾ ആറ് വരണം. അടുത്തത് മൈ ഫാദർ ഹി ആണ്, ഇസ് വരും. മൈ മദർ ഷീ ആണ്, ഇസ് വരണം. അടുത്ത മൈ ഫാദർ ആൻഡ് മദർ രണ്ടുപേരായി ദേ ആയി, അപ്പോൾ ആറ് വരും. ഇനി ദ ഡോഗ് ഒരെണ്ണമാണ്, ഇറ്റ് ആണ്, അപ്പോൾ ഇസ് വന്നു. ദ ഡോഗ്സ് വന്നാലോ ഒരുപാടെണ്ണമായി ദേ ആയി, അപ്പോൾ ആറ് വന്നു. അപ്പോ ഐ ആം, ഹി ഷീ ഇറ്റ് ഈസ്, വി യു ദേ ആർ പ്ലസ് ING. നമുക്കിനി വാക്യ നിർമ്മാണത്തിലേക്ക് കടക്കാം. ആദ്യമായിട്ട് ഞാൻ പഠിക്കുകയാണ് എന്ന വാക്യത്തെ എങ്ങനെ ഇംഗ്ലീഷിലേക്ക് മാറ്റാം എന്ന് പരിശോധിക്കാം. ഞാൻ പഠിക്കുകയാണ്, ഞാൻ എന്നതിന്റെ ഇംഗ്ലീഷ് ഐ ആണെന്ന് നമുക്കറിയാം. ഐയോടൊപ്പം എന്താ വരുന്നത്? ആമും ഈസും ആറും ഉണ്ട്. ഇത് ആം ആണ് ഐയോടൊപ്പം വരുന്നത്. ഐ ആം പഠിക്കുക എന്നതിന്റെ ഇംഗ്ലീഷ് സ്റ്റഡി ആണ്, കൂടെ ഒരു ING ചേർക്കണം. അപ്പൊ സ്റ്റഡി പ്ലസ് ING സ്റ്റഡിങ് ആയി. ഞാൻ പഠിക്കുകയാണ്, ഐ ആം സ്റ്റഡിങ്. ഇനി അവൻ പഠിക്കുകയാണ്, അപ്പൊ അവൻ ഹി ആണ്, ഹിക്ക് ഇസ് ആണ് വരേണ്ടത്, ഹി ഈസ് സ്റ്റഡിങ്. ഇനി അവർ പഠിക്കുകയാണ്, അവർ ദേ ആണ്, ദേയോടൊപ്പം ആർ വരണം. ദേ ആർ സ്റ്റഡിങ്, ദേ ആർ സ്റ്റഡിങ്. ഇനി നമ്മളിപ്പോ ചായ കുടിക്കുകയാണെന്ന് കരുതുക. അപ്പൊ ഒരാളോട് പറയണം ഞാൻ ചായ കുടിക്കുകയാണ്, ഞാൻ കുടിച്ചിട്ട് വരാം, ഞാൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ പറയാം? ഐയോടൊപ്പം ആം വരണം, കുടിക്കുക ഡ്രിങ്ക് ആണ്, ING ഇടുമ്പോൾ ഡ്രിങ്കിങ് ആയി. അപ്പോ ഞാൻ ചായ കുടിക്കുകയാണ്, ഐ ആം ഡ്രിങ്കിങ് ടീ, ഐ ആം ഡ്രിങ്കിങ് ടീ. നമ്മൾ ചായ കുടിക്കുകയാണ്, വി ആർ ഡ്രിങ്കിങ് ടീ. അവര് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്, ദേ ആർ ഡ്രിങ്കിങ് ടീ. മഴ പെയ്യുകയാണ്, ഇറ്റ് ഈസ് റെയിനിങ്, ഇറ്റ് ഈസ് റെയിനിങ്. അവൻ നമ്മളെ വാച്ച് ചെയ്യുകയാണ്, ഹി ഈസ് വാച്ചിങ് us, ഹി ഈസ് വാച്ചിങ് us. അവർ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, അവർ ദേ ആണ്, വരിക കമ്മാണ്. അപ്പൊ ദേ ആർ കമ്മിങ്, ദേ ആർ കമ്മിങ്. ഞാൻ ദാ വരികയാണ്, ഐ ആം കമ്മിങ്, ഐ ആം കമ്മിങ്. അവൾ വന്നുകൊണ്ടിരിക്കുകയാണ്, ഷീ ഈസ് കമ്മിങ്. അവൾ ഒരു പുസ്തകം വായിക്കുകയാണ്, ഷീ ഈസ് റീഡിങ് എ ബുക്ക്. അവർ പുസ്തകങ്ങൾ വായിച്ചു കൊണ്ടിരിക്കുകയാണ്, ദേ ആർ റീഡിങ് ബുക്സ്. ഞാൻ പുസ്തകം വായിക്കുകയാണ്, ഐ ആം റീഡിങ്. ഞാൻ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഐ ആം വാച്ചിങ് TV. അവൻ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഹി ഈസ് വാച്ചിങ് TV. അവൾ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഷീ ഈസ് വാച്ചിങ് TV. അവർ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്, ദേ ആർ വാച്ചിങ് TV. പട്ടി കുരയ്ക്കുകയാണ്, ദ ഡോഗ് ഈസ് ബാർക്കിംഗ്. പട്ടികൾ കുരയ്ക്കുകയാണ്, ദ ഡോഗ്സ് ആർ ബാർക്കിംഗ്. കുഞ്ഞ് ബേബി ഉറങ്ങുകയാണ്, ദ ബേബി ഈസ് സ്ലീപ്പിംഗ്. കുട്ടികൾ ചിൽഡ്രൻ ഉറങ്ങുകയാണ്, ദ ചിൽഡ്രൻ ആർ. ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ ഒരുപാട് പേരായി ദേ ആയി, അപ്പൊ ദ ചിൽഡ്രൻ ആർ സ്ലീപ്പിംഗ്. സൂര്യൻ തിളങ്ങുകയാണ്, ഷൈൻ ചെയ്യുകയാണ്, ദ സൺ ഈസ് ഷൈനിങ്. അവർ എന്നെ സഹായിക്കുകയാണ്, ദേ ആർ ഹെൽപ്പിംഗ് മീ. ഞാൻ അവരെ സഹായിക്കുകയാണ്, ഐ ആം ഹെൽപ്പിംഗ് ദം. അപ്പൊ പോസിറ്റീവ് വാക്യങ്ങൾ നിർമ്മിക്കുന്നതെന്ന് വളരെ എളുപ്പമാണ്, നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമുക്കിനി നെഗറ്റീവ് വാക്യങ്ങൾ നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്ന് പരിശോധിക്കാം. വളരെ എളുപ്പമാണ്. ആമിനോടും ഈസിനോടും ആറിനോടും ഒരു നോട്ട് ചേർത്താൽ നെഗറ്റീവ് വാക്യം കിട്ടും. നമുക്കിനി നെഗറ്റീവ് വാക്യങ്ങളിലേക്ക് പോകാം. നമുക്കിനി നെഗറ്റീവ് വാക്യങ്ങൾ പരിചയപ്പെടാം. എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഉറങ്ങുകയല്ല, മഴ പെയ്തുകൊണ്ടിരിക്കുകയല്ല, മഴ പെയ്യുന്നില്ല, അല്ലെങ്കിൽ അവൻ വേറെന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വേറെ ആരെയോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയല്ല. ഇത്തരത്തിലുള്ള നെഗറ്റീവ് വാക്യങ്ങൾ. നെഗറ്റീവ് വാക്യങ്ങൾ നിർമ്മിക്കാൻ വളരെ എളുപ്പമാണ്. ആം, ഈസ്, ആർ എന്നിവയോടൊപ്പം ഒരു നോട്ട് കൂടി ചേർത്താൽ നെഗറ്റീവ് വാക്യങ്ങൾ കിട്ടും. അതായത് ഇപ്പോ ഞാൻ പഠിക്കുകയാണ്, ഐ ആം സ്റ്റഡിങ്. അപ്പൊ ഞാൻ പഠിക്കുകയല്ല, ഐ ആം നോട്ട് സ്റ്റഡിങ്.
അവൻ പഠിക്കുകയാണ്, ഹി ഈസ് സ്റ്റഡി. അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയല്ല, അവൻ കളിച്ചുകൊണ്ടിരിക്കുക, അവൻ പഠിക്കുകയല്ല. എങ്ങനെ പറയാം? ഹി ഈസ് നോട്ട് സ്റ്റഡിയിങ്. അവർ പഠിക്കുകയാണ്, ദേ ആർ സ്റ്റഡിയിങ്. അവർ പഠിക്കുകയല്ല, ദേ ആർ നോട്ട് സ്റ്റഡിയിങ്. ഇനി അവർ വന്നുകൊണ്ടിരിക്കുകയല്ല, ദേ ആർ നോട്ട് കമ്മിങ്. മഴ പെയ്യുകയല്ല, ഇറ്റ് ഈസ് നോട്ട് റെയിൻ. പട്ടി കുരയ്ക്കുകയല്ല, ദ ഡോഗ് ഈസ് നോട്ട് ബാർക്കിംഗ്. അവൻ എന്നെ സഹായിക്കുകയല്ല, ഹി ഈസ് നോട്ട് ഹെൽപ്പിംഗ് മീ. ഇനി നമുക്ക് ഇതിനെ ചുരുക്കി എങ്ങനെ പറയുന്നു നോക്കാം. അപ്പൊ ആറിനോടൊപ്പം നോട്ട് ചേർത്താൽ ആറിന്റെ കിട്ടും. ആറിനോടൊപ്പം നോട്ട് ചേർത്താൽ ആറിന്റെ കിട്ടും. ഇസിനോടൊപ്പം നോട്ട് ചേർത്താൽ ഇസിന്റെ ആണ് കിട്ടുക. പക്ഷെ ശ്രദ്ധിക്കേണ്ടത്, ആമിനോടൊപ്പം നോട്ട് ചേർത്താൽ ഒരിക്കലും ആമിന്റെ കിട്ടില്ല. തെറ്റാണ്. ആമിനോടൊപ്പം നോട്ട് ചേർത്താൽ ആമിൻ എന്ന് പറയരുത്. ആമിനോടൊപ്പം നോട്ട് ചേർത്താൽ ആം നോട്ട് എന്ന് മാത്രമേ പറയാവൂ. അപ്പൊ ഈസിനോടൊപ്പം നോട്ട് ചേർത്താൽ ഈസിന്റെ, ആറിനോടൊപ്പം നോട്ട് ചേർത്താൽ ആറിന്റെ, ആമിനോടൊപ്പം നോട്ട് ചേർത്താൽ ആം നോട്ട് തന്നെയാണ്. ഈ പഴയ ഗ്രാമറിൽ ആമിനോടൊപ്പം നോട്ട് ചേർത്താൽ ആറിണ്ടെന്ന് പറയാറുണ്ട്, ആറിണ്ടെന്ന് പറയാറുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഗ്രാമറിൽ അങ്ങനെ ഇല്ല. ഇപ്പൊ ക്വസ്റ്റ്യൻ ടാഗ് ഒക്കെ നിങ്ങൾ PSC പരീക്ഷയ്ക്ക് എഴുതാൻ നേരത്തെ ക്വസ്റ്റ്യൻ ടാഗ് ഒക്കെ വരുമ്പോഴത്തേക്കും ആറിന്റെ ഐ ആണ് വരിക, ആമിന്റെ അല്ല വരിക. അത് അങ്ങനെയുള്ള ഒരു ഗ്രാമറാണ്. ഇനി മോഡേൺ ഇംഗ്ലീഷ് ഉണ്ട്. മോഡേൺ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇംഗ്ലീഷിൽ വന്ന ചില ചേഞ്ചസ് ഉണ്ട്. അതിനകത്ത് ആം നോട്ടിനും ഈസ് നോട്ടിനും ആർ നോട്ടിനും പകരം AIN' എയിന്റ് ആണ് ഉപയോഗിക്കുക. ഇംഗ്ലീഷിൽ വന്നിട്ടുള്ള ഒരു ഗ്രാമറിൽ വന്നിട്ടുള്ള ഒരു പുതിയ ചേഞ്ച് ആണ്. നിങ്ങൾ സ്റ്റാർ മൂവീസ് ഒക്കെ കാണുമ്പോൾ, ഇംഗ്ലീഷ് മൂവീസ് ഒക്കെ കാണുമെങ്കിൽ ഈ സംഗതി ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. AINT. ഇത് ആം നോട്ട് ഈസ് നോട്ട് ആറിന് പകരമായിട്ടും പലപ്പോഴും ഹാവ് നോട്ട് ഹാസ് നോട്ടിന് പകരം എയിന്റ് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഇതൊരു ഗ്രാമറായിട്ട് പൊതുവെ അംഗീകരിച്ചിട്ടില്ല. ഇനി ഒരു 10-20 വർഷം കഴിയുമ്പോഴേക്കും വരുന്ന ടെക്സ്റ്റുകളിലൊക്കെ ഈ എയിന്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പൊ തൽക്കാലത്തേക്ക് നമുക്ക് ഈസ് നോട്ടിന് ഈസിന്റെ, ആർ നോട്ടിന് ആറിന്റെ, ആം നോട്ടിന് ആം നോട്ട് മാത്രം അങ്ങനെ പരിചയപ്പെടാം. അപ്പോ നമുക്ക് ഇത് ചുരുക്കി പറഞ്ഞു നോക്കാം. ഐ ആം സ്റ്റഡിങ്, ഞാൻ പഠിക്കുകയല്ല. ഐ ആം നോട്ട് സ്റ്റഡിങ്, ഐ ആം ഇൻട് സ്റ്റഡിങ് എന്ന് പറയാൻ പാടില്ല. അടുത്തത് ഹി ഈസ് സ്റ്റഡിങ്, ഹി ഈസ് നോട്ടിന് പകരം എന്ത് പറയാം? ഹി ഈസിന്റ്, ഹി ഈസിന്റ് സ്റ്റഡിങ്. അവർ പഠിക്കുകയാണ്, ദേ ആർ സ്റ്റഡിങ്. അവർ പഠിക്കുകയല്ല, ദേ ആർ നോട്ട് സ്റ്റഡിങ്, അല്ലെങ്കിൽ ദേ ആർ ഇൻട് സ്റ്റഡിങ്. ഇനി അവൾ ഉറങ്ങുകയാണ്, ഷീ ഈസ് സ്ലീപ്പിംഗ്. അവൾ ഉറങ്ങുകയല്ല, ഷീ ഈസിന്റ് സ്ലീപ്പിംഗ്. അവർ വന്നുകൊണ്ടിരിക്കുകയാണ്, ദേ ആർ കമ്മിങ്. അവർ വന്നുകൊണ്ടിരിക്കുകയല്ല, ദേ ആർന്റ് കമ്മിങ്. മഴ പെയ്യുകയാണ്, ഇറ്റ് ഈസ് റെയിനിങ്. മഴ പെയ്യുകയല്ല, ഇറ്റ് ഈസിന്റ് റെയിൻ. അവൻ നമ്മളെ വാച്ച് ചെയ്യുകയാണ്, ഹി ഈസ് വാച്ചിങ് us. അവൻ വാച്ച് ചെയ്യുകയല്ല, ഹി ഈസിന്റ് വാച്ചിങ് us. ഞാൻ അവനെ സഹായിക്കുകയാണ്, ഐ ആം ഹെൽപ്പിംഗ് ഹിം. ഞാൻ അവനെ സഹായിക്കുകയല്ല, ഐ ആം ഹെൽപ്പിംഗ് ഹിം അല്ല, ഐ ആം നോട്ട് ഹെൽപ്പിംഗ് ഹിം. അവൻ എന്നെ സഹായിക്കുകയാണ്, ദേ ആർ ഹെൽപ്പിംഗ് മീ. അവരെന്നെ സഹായിക്കുകയല്ല, ദേ ആർ ഹെൽപ്പിംഗ് മീ. വളരെ എളുപ്പമാണ്. പോസിറ്റീവ് ആണെങ്കിൽ ആം ഈസ് ആർ, നെഗറ്റീവ് ആണെങ്കിൽ ആം നോട്ട് അല്ലെങ്കിൽ ഈസ് നോട്ട് ഈസിന്റ് അല്ലെങ്കിൽ ആർ നോട്ട് അല്ലെങ്കിൽ ആർ. ഇത്രയും ഉപയോഗിച്ചാൽ പോസിറ്റീവ് വാക്യങ്ങളും നെഗറ്റീവ് വാക്യങ്ങളും ലഭിക്കും. അപ്പൊ ഇത്രയും മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്കിനി ചോദ്യവാക്യങ്ങൾ നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്ന് പരിശോധിക്കാം. നമുക്കിനി അതിലേക്ക് പോകാം. ചോദ്യവാക്യങ്ങളിൽ നമ്മൾ ആദ്യം പോസിറ്റീവ് ചോദ്യവാക്യങ്ങളിലേക്കാണ് പോകുന്നത്. അതിൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസും ഉണ്ട്, WH ചോദ്യവാക്യങ്ങളുണ്ട്. നമുക്ക് ആദ്യം യെസ് ഓർ നോ ചോദ്യവാക്യങ്ങളെ പരിചയപ്പെടാം. ആദ്യമായിട്ട് അവൻ പഠിക്കുകയാണ് എന്ന വാക്യത്തെ നമുക്ക് എങ്ങനെ ചോദ്യവാക്യം ആക്കി മാറ്റാം എന്ന് പരിശോധിക്കാം. അവൻ പഠിക്കുകയാണ് എങ്ങനെ പറയാം? ഹി ഈസ് സ്റ്റഡിയിങ്. അപ്പൊ മലയാളത്തിൽ ചോദ്യം അവൻ പഠിക്കുകയാണോ? എളുപ്പമാണ്. നമ്മൾ സിമ്പിൾ പാസ്റ്റ് ഡിഡിനെയും സിമ്പിൾ ഫ്യൂച്ചർ വിൽ അല്ലെങ്കിൽ ഷാളിനെയും സിമ്പിൾ പ്രസന്റിൽ ഡു അല്ലെങ്കിൽ ഡസിനെയും എടുത്ത് ആദ്യം വെച്ചതുപോലെ ഇവിടെ ആം ഈസ് ആർ എന്നിവയെടുത്ത് ആദ്യം വെച്ചാൽ ചോദ്യവാക്യം ലഭിക്കും. എന്ന് പറയുമ്പോൾ ഹി ഈസ് സ്റ്റഡിയിങ്, അവൻ പഠിക്കുകയാണ്. അവൻ പഠിക്കുകയാണോ? അപ്പൊ
ഈസിനെ എടുത്ത് ആദ്യം കൊണ്ടുവരിക. എങ്ങനെ വരാം? ഈസ് ഹി സ്റ്റഡിയിങ്. അപ്പൊ അവർ പഠിക്കുകയാണ്. ദേ ആർ സ്റ്റഡിയിങ്. അവർ പഠിക്കുകയാണോ? ആറിനെ എടുത്ത് ആദ്യം കൊണ്ടുവരാം. അപ്പൊ എങ്ങനെ ചോദിക്കാം? ആർ ദേ സ്റ്റഡിയിങ്. ഇനി ഒരു സംശയം, ഞാൻ പഠിക്കുകയാണ്. ഐ ആം സ്റ്റഡിയിങ്. അപ്പോ ചോദ്യം എങ്ങനെയായിരിക്കും വരിക? ഞാൻ പഠിക്കുകയാണോ എന്നായിരിക്കില്ല ചോദിക്കുക. നീ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുകയാണോ, നീ പഠിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോഴാണ് ഞാൻ പഠിക്കുകയാണ് എന്നുള്ള ഉത്തരം കിട്ടുക. അപ്പൊ എങ്ങനെ വരാം? ആം അല്ല വരേണ്ടത്, യു ആണ്. യുവിന് ആറാണ് വരേണ്ടത്. അപ്പൊ എങ്ങനെ വരും? ആർ യു സ്റ്റഡിയിങ്. ആർ യു സ്റ്റഡിയിങ്? നിങ്ങൾ പഠിക്കുകയാണോ? യെസ്, ഐ ആം സ്റ്റഡിയിങ്. അപ്പൊ അവൻ പഠിക്കുകയാണ്. ഹി ഈസ് സ്റ്റഡിയിങ്. അവൻ പഠിക്കുകയാണോ? ഈസ് ഹി സ്റ്റഡിയിങ്. അവർ പഠിക്കുകയാണ്. ദേ ആർ സ്റ്റഡിയിങ്. അവർ പഠിക്കുകയാണോ? ആർ ദേ സ്റ്റഡിയിങ്. ഞാൻ പഠിക്കുകയാണ്. ഐ ആം സ്റ്റഡിയിങ്. നിങ്ങൾ പഠിക്കുകയാണ് അല്ലെങ്കിൽ നീ പഠിക്കുകയാണോ? ആർ യു സ്റ്റഡിയിങ്. നമുക്കിനി 5-6 സെന്റൻസ് മേക്ക് ചെയ്ത് നോക്കാം. അവർ എന്നെ സഹായിക്കുകയാണ്. ദേ ആർ ഹെൽപ്പിംഗ് മീ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ദേ ആർ ഹെൽപ്പിംഗ് മീ. അവർ നിന്നെ സഹായിക്കുകയാണോ? അപ്പൊ എങ്ങനെ ചോദിക്കാം? ആർ ദേ ഹെൽപ്പിംഗ് യു? ആർ ദേ ഹെൽപ്പിംഗ് യു? അടുത്ത അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. ദേ ആർ കമ്മിങ്. ദേ ആർ കമ്മിങ്. അവർ വന്നുകൊണ്ടിരിക്കുകയാണോ? ആർ ദേ കമ്മിങ്? ആർ ദേ കമ്മിങ്? അടുത്തത് അവൾ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഷീ ഈസ് വാച്ചിങ് ടി വി. അവൾ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണോ? ഈസ് ഷീ വാച്ചിങ് ടി വി? അവൻ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹി ഈസ് വാച്ചിങ് ടി വി. അവൻ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണോ? ഈസ് ഹി വാച്ചിങ് ടി വി? അവർ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദേ ആർ വാച്ചിങ് ടി വി. അവർ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണോ? ആർ ദേ വാച്ചിങ് ടി വി? നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. വി ആർ വാച്ചിങ് ടി വി. നമ്മളായാലും ഞങ്ങളായാലും വി തന്നെയാണ്. അപ്പൊ വി ആർ വാച്ചിങ് ടി വി. നിങ്ങൾ ടി വി കണ്ടുകൊണ്ടിരിക്കണോ? ആർ യു വാച്ചിങ് ടി വി? അടുത്തത് പട്ടി കുരയ്ക്കുകയാണ്. ദ ഡോഗ് ഈസ് ബാർക്കിംഗ്. പട്ടി കുരയ്ക്കുകയാണ്. ഒരു ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. പട്ടി കുരയ്ക്കുകയാണ്. ഈസ് ദ ഡോഗ് ബാർക്കിംഗ്? പട്ടികൾ കുരയ്ക്കുകയാണ്. ദ ഡോഗ്സ് ആർ ബാർക്കിംഗ്. പട്ടികൾ കുരയ്ക്കുകയാണോ? ആർ ദ ഡോഗ്സ് ബാർക്കിംഗ്? അവൻ നമ്മളെ വാച്ച് ചെയ്യുകയാണ്. ഹി ഈസ് വാച്ചിങ് അസ്. അവൻ നമ്മളെ വാച്ച് ചെയ്യുകയാണോ? എങ്ങനെ ചോദിക്കാം? ഈസ് ഹി വാച്ചിങ് അസ്? ഈസ് ഹി വാച്ചിങ് അസ്? അടുത്തത് എന്റെ അച്ഛൻ ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്യാണ്. മൈ ഫാദർ ഈസ് വർക്കിംഗ് ഇൻ എ ഫാക്ടറി. ശ്രദ്ധിച്ചോളാം, സിമ്പിൾ പ്രസന്റ് ടെൻസും പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഇപ്പൊ ടെമ്പററി ജോബ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ ടെമ്പററി ആയിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ എപ്പോഴും പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉപയോഗിക്കുക. സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യമാണെങ്കിൽ പെർമനന്റ് ജോബ് ആണെങ്കിൽ സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കണം. അപ്പൊ എന്റെ അച്ഛന്റെ ജോലി സ്ഥിരം ജോലിയാണെങ്കിൽ മൈ ഫാദർ വർക്ക്സ് ഇൻ എ ഫാക്ടറി എന്ന് പറയും. സിമ്പിൾ പ്രസന്റ് ആണ്. എന്റെ അച്ഛൻ ജോലി ചെയ്യുന്നത് ടെമ്പററി ആയിട്ടാണെങ്കിൽ മൈ ഫാദർ ഈസ് വർക്കിംഗ് ഇൻ എ ഫാക്ടറി എന്ന് പറയാം. അവള് ഒരു ബേക്കറിയിൽ ജോലി ചെയ്യാണ്. ഒരു സ്ഥിരം ജോലിയാണ്. അവള് 10-12 വർഷമായിട്ട് ജോലി ചെയ്യാണ്. ഇനി അവിടെ തന്നെ തുടരാനാണ് പ്ലാൻ. അപ്പൊ എങ്ങനെ പറയാം? സിമ്പിൾ പ്രസന്റ് ആണ്. ഷി വർക്ക്സ് ഇൻ എ ബേക്കറി. ഇനി ഒരു താൽക്കാലിക ജോലിയാണ്. ഒരു 4-6 മാസത്തേക്ക് അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് കാണുന്നത് താൽക്കാലിക ജോലിയാണെങ്കിൽ നമുക്ക് പറയാം ഷീ ഈസ് വർക്കിംഗ് ഇൻ എ ബേക്കറി. അപ്പോൾ ടെമ്പററി ആയിട്ട് നടക്കുന്ന കാര്യങ്ങളോടൊപ്പവും പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാം. അപ്പോൾ നമ്മളിത് പറഞ്ഞപ്പോൾ ഇതിനോടൊപ്പം പറഞ്ഞു പോയതാണ്. നമ്മളിപ്പോൾ ചോദ്യവും ഉത്തരവാണ്. അപ്പോൾ അയാൾ അല്ലെങ്കിൽ അവൾ ഒരു ബേക്കറിയിൽ വർക്ക് ചെയ്യാണ്. ഷീ ഈസ് വർക്കിംഗ് ഇൻ എ ബേക്കറി. അപ്പൊ എങ്ങനെ ചോദ്യം ചോദിക്കാം? ഈസ് ഷീ വർക്കിംഗ് ഇൻ എ ബേക്കറി? ഈസ് ഷീ വർക്കിംഗ് ഇൻ എ ബേക്കറി? മഴ പെയ്യാണ്. ഇറ്റ് ഈസ് റെയിനിങ്. മഴ പെയ്യാണോ? ഈസ് ഇറ്റ് റെയിനിങ്? ഈസ് ഇറ്റ് റെയിനിങ്? സൂര്യൻ ഷൈൻ ചെയ്യുകയാണ്. ദ സൺ ഈസ് ഷൈനിങ്. സൂര്യൻ ഷൈൻ ചെയ്യുകയാണോ? ഈസ് ദ സൺ ഷൈനിങ്? ഈസ് ദ സൺ ഷൈനിങ്? അപ്പൊ നമ്മൾ ചോദ്യവാക്യങ്ങൾ നിർമ്മിക്കാൻ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് WH ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. WH ക്വസ്റ്റ്യൻസ് പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഈ പറയുന്ന ചോദ്യങ്ങളോടൊപ്പം അതിന് മുന്നിൽ വാട്ട്, വെൻ, ഹൗ ഒക്കെ ചേർത്താൽ WH ചോദ്യവാക്യങ്ങൾ ലഭിക്കും. നമുക്ക് അതിലേക്ക് പോകാം. അപ്പോൾ WH ചോദ്യങ്ങൾ ആദ്യമായിട്ട് നമുക്ക് അവൻ പോകുകയാണ് എന്ന വാക്യത്തെ എങ്ങനെ ഒരു WH ചോദ്യമായിട്ട് കൺവേർട്ട് ചെയ്യാം എന്ന് നോക്കാം. അപ്പൊ അവൻ പോവുകയാണ് എന്നെങ്ങനെ പറയാം ഇംഗ്ലീഷിൽ? അവൻ പോവുകയാണ്. ഹി ഈസ് ഗോയിങ്. ഹി ഈസ് ഗോയിങ്. അവൻ പോവുകയാണ്. അപ്പൊ നമുക്ക് ചോദിക്കും
എന്തിനാ അവൻ പോകുന്നത്, എന്തിനാണ് അവൻ പോകുന്നത്, എങ്ങനെ ചോദിക്കാം? എന്തിന്, വൈ. അപ്പൊ ആദ്യം ഈസ് ഹി ഗോയിങ്, ഹി ഈസ് ഗോയിങ് നമുക്ക് ചോദ്യമാക്കണം. അപ്പൊ എങ്ങനെയാവും? ഈസ് ഹി ഗോയിങ് ആയി അവൻ പോവുകയാണ്, ഹി ഈസ് ഗോയിങ് അവൻ പോവുകയാണോ, ഈസ് ഹി ഗോയിങ് അവൻ എന്തിനാണ് പോകുന്നത്. അപ്പൊ എങ്ങനെ ചോദിക്കാം? എന്ത്, വൈ. വൈ ഈസ് ഹി ഗോയിങ്. അവൻ എവിടേക്കാണ് പോകുന്നത്, എങ്ങോട്ടാ പോകുന്നത് അവൻ, എങ്ങനെ ചോദിക്കാം? എവിടെ, വേർ. അപ്പൊ എങ്ങനെ ചോദിക്കാം? വേർ ഈസ് ഹി ഗോയിങ്. വേർ ഈസ് ഹി ഗോയിങ്? He's going to the market. അവൻ മാർക്കറ്റിലേക്ക് പോവാണ്. എവിടേക്കാണ് അവൻ പോകുന്നത്? വേർ ഈസ് ഹി ഗോയിങ്. നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? നമ്മൾ സാധാരണ കേൾക്കാനുള്ള ഒരു ചോദ്യമാണ്. നിങ്ങൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്? വേർ ആർ യു ഗോയിങ്, വേർ ആർ യു ഗോയിങ്. സാധാരണ ആം ഐ ഗോയിങ് എന്ന് ചോദിക്കാറില്ല. വേർ ആർ യു ഗോയിങ്, ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് നമ്മൾ ചോദിക്കാറില്ല. വേണമെങ്കിൽ നമുക്കൊരു ആത്മകഥം പോലെയൊക്കെ ചോദിക്കാറുണ്ട്. ഇപ്പൊ ഓക്കെ എങ്ങോട്ടാണ്, ഞാൻ എങ്ങോട്ടാ പോണത്. അപ്പൊ വേർ ആം ഐ ഗോയിങ് എന്ന് വേണമെങ്കിൽ ഒരു ആത്മകഥം പോലെയൊക്കെ ചോദിക്കാം. അല്ലാത്ത രീതിയിൽ ആം വെച്ചിട്ട് നമ്മൾ പൊതുവെ ചോദ്യം ചോദിക്കാറില്ല. അടുത്തത്, അവൻ എങ്ങനെയാ പോകുന്നത്, എങ്ങനെ, ഹൗ. ഹൗ ഈസ് ഹി ഗോയിങ്. ഹൗ ഈസ് ഹി ഗോയിങ്, അവൻ എങ്ങനെയാണ് പോകുന്നത്. വെൻ ചേർക്കാം, പക്ഷെ വെൻ ചേർക്കുമ്പോൾ അത് ഫ്യൂച്ചർ മീനിങ് ആണ് കിട്ടുക. സിമ്പിൾ ഫ്യൂച്ചറിന് പകരം വേണമെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാം. അതിനെക്കുറിച്ച് നമ്മൾ ഇനി വരുന്ന എപ്പിസോഡുകളിൽ വിശദമായിട്ട് പഠിക്കുന്നുണ്ട്. ഇപ്പോൾ അത് പറയാനൊന്നും ഒരുപാട് സമയം പോകും, അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. അപ്പൊ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ ഷീ ഈസ് ക്രൈയിങ്, അവൾ കരയുകയാണ്. അപ്പൊ നമ്മൾ ചോദിക്കാം എന്തിനാ അവൾ കരയുന്നത്, എങ്ങനെ ചോദിക്കാം? എന്തിന്, വൈ. വൈ ഈസ് ഷീ ക്രൈയിങ്, വൈ ഈസ് ഷീ ക്രൈയിങ്. അടുത്തത്, അവര് ജോലി ചെയ്യാണ്, ദേ ആർ വർക്കിംഗ്, അല്ലെങ്കിൽ അവര് പഠിക്കുകയാണ്, ദേ ആർ സ്റ്റഡിങ്. അപ്പൊ നമുക്ക് ചോദിക്കണം അവര് പഠിക്കുകയാണോ, ആർ ദേ സ്റ്റഡിങ്. അവരെന്ത് ചെയ്യുകയാണ്, എന്ത്, വാട്ട്, എന്ത് ചെയ്യുകയാണ്. ചെയ്യുക ഡു ആണ്. നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഒരു ഡു പഠിച്ചു. ഡു ഡസിന്റെ കൂടെയുള്ള ഡു അല്ല ഇത് വേറെ ഡു ആണ്. ഈ ഡുവിന് ഗോയിങ് പ്ലേ എന്നൊക്കെ പറയുന്ന ഒരു അർത്ഥമുള്ള ഡു ആണ്. ചെയ്യുക എന്നാണ് അർത്ഥം. അപ്പൊ അവർ എന്ത് ചെയ്യുകയാണ്, എങ്ങനെ ചോദിക്കാം? What are they doing? What are they doing? അവർ എന്ത് ചെയ്യുകയാണ്, what are they doing? അവൻ എന്ത് ചെയ്യുക, അവൻ കുറെ നേരമായിട്ട് അവിടെ നിൽക്കുന്നതാണെന്നല്ലോ. എന്താ ചെയ്യുന്നവൻ, എന്ത് ചെയ്യണം? അപ്പൊ എങ്ങനെ ചോദിക്കാം? ഹി ആണ്, ഈസ് ആണ്. അപ്പൊ ചോദിക്കാം വാട്ട് ഈസ് ഹി ഡൂയിങ്, വാട്ട് ഈസ് ഹി ഡൂയിങ്. ഇനി നേരത്തെ പറഞ്ഞ പോലെ ടെമ്പററി ആയിട്ട് അവൻ എന്താണ് ചെയ്യുന്നത്, നമ്മൾ കുറച്ച് നേരത്തെ പഠിച്ചു. ടെമ്പററി ആയിട്ട് ചെയ്യുന്ന കാര്യത്തിനോടൊപ്പം സിമ്പിൾ പ്രസന്റ് അല്ല, പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. അപ്പൊ അവൻ എന്താ ചെയ്യുന്നത്, ഈയിടെയായിട്ട് അവൻ എന്താണ് ചെയ്യുന്ന അർത്ഥത്തിൽ നമുക്ക് ചോദിക്കാം വാട്ട് ഈസ് ഹി ഡൂയിങ്. നിങ്ങളിപ്പോ എന്താ ചെയ്യുന്നത്, ഈയിടെയായിട്ട് എന്താ പണി, വാട്ട് ആർ യു ഡൂയിങ്. അവരെന്താ ചെയ്യുന്നത്, വാട്ട് ആർ ദേ ഡൂയിങ്. അപ്പോ WH ചോദ്യം എളുപ്പമാണ്. ഹൂ ഒക്കെ വെച്ചിട്ടുള്ള WH ക്വസ്റ്റ്യൻസ് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. സബ്ജക്ട് ക്വസ്റ്റ്യൻസ്, ഓബ്ജക്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞ് ഒരുപാട് ഗ്രൂപ്പുകൾ അതിനകത്തുണ്ട്, ഓരോ ടൈപ്സ് ഉണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് ഒരു 10-20 എപ്പിസോഡ്സ് കഴിഞ്ഞിട്ട് അതിലേക്ക് പോകുള്ളൂ. ഇപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാം. അപ്പൊ എന്തിന്, വൈ. അത് എവിടെ, വേർ. എങ്ങനെ, ഹൗ. ഇനി നമുക്ക് നെഗറ്റീവ് ചോദ്യവാക്യങ്ങൾ, കോൺട്രാക്റ്റഡും നോൺ കോൺട്രാക്റ്റഡും ആയിട്ടുള്ള വിഭാഗത്തിൽപ്പെട്ട 3 ടൈപ്സിലുള്ള നെഗറ്റീവ് ചോദ്യവാക്യങ്ങൾ എങ്ങനെ നിർമ്മിക്കാമെന്ന് നമുക്കിനി പരിശോധിക്കാം. അപ്പോൾ നെഗറ്റീവ് ചോദ്യവാക്യങ്ങളിൽ കോൺട്രാക്റ്റഡ് ഫോമിൽ നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് നിർമ്മിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ നോൺ കോൺട്രാക്റ്റഡ് ഫോമിൽ നെഗറ്റീവ് ചോദ്യവാക്യങ്ങൾ നിർമ്മിക്കുക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. എന്തായാലും നമുക്ക് രണ്ടും ഇപ്പൊ തന്നെ പഠിക്കാം. ആദ്യം നമുക്ക് കോൺട്രാക്റ്റഡ് ഫോമിൽ എങ്ങനെ നെഗറ്റീവ് ചോദ്യവാക്യങ്ങൾ നിർമ്മിക്കാം എന്ന് പരിശോധിക്കാം. അതിനായിട്ട് നമുക്ക് അവൻ പോവുകയാണ് എന്ന വാക്യത്തെ എങ്ങനെ ചോദ്യവാക്യം, നെഗറ്റീവ് ചോദ്യവാക്യം ആക്കി മാറ്റും എന്ന് പരിശോധിക്കാം. അവൻ പോവുകയാണ് എങ്ങനെ പറയാം, ഹി ഈസ് ഗോയിങ്. അവൻ പോവുകയാണ്, ഹി ഈസ് ഗോയിങ്. അവൻ പോവുകയാണോ, പോസിറ്റീവ് ക്വസ്റ്റ്യൻ എങ്ങനെ ഉണ്ടാക്കാം, ഈസ് ഹി ഗോയിങ്. ഈസ് ഹി ഗോയിങ്, അവൻ പോവുകയാണോ, ഈസ് ഹി ഗോയിങ്. അതിൽ അവൻ പോവുകയല്ലേ, വളരെ എളുപ്പമാണ്. ഇസിന്റെ സ്ഥാനത്ത് ഇസിന്റ് ചേർത്താൽ നെഗറ്റീവ് ചോദിക്കും. അപ്പൊ അവൻ പോവുകയാണ്, ഈസ് ഹി ഗോയിങ്. അവൻ പോവുകയല്ലേ, എങ്ങനെ ചോദിക്കാം, isn't he going. അടുത്തത് അവർ പോവുകയാണ്, they are going.
അവർ പോവുകയാണോ? ആരും എടുത്ത് ആദ്യം നോക്കുക. അപ്പൊ എങ്ങനെ ചോദിക്കാം? ആർ ദേ ഗോയിങ്? അവർ പോവുകയല്ലേ? അപ്പൊ ആറിന്റെ സ്ഥാനത്ത് ആറിന്റെ ചേർത്ത നെഗറ്റീവ് ചോദ്യവാക്യം കിട്ടും. അപ്പൊ എങ്ങനെ ചോദിക്കാം? ആറിന്റ് ദേ ഗോയിങ്? അപ്പൊ അവൻ പോവുകയാണ്, ഹി ഈസ് ഗോയിങ്. അവൻ പോവുകയാണോ? ഈസ് ഹി ഗോയിങ്? അവൻ പോവുകയല്ലേ? ഈസ് ഹി ഗോയിങ്? അവർ പോവുകയാണ്, ദേ ആർ ഗോയിങ്. അവർ പോവുകയാണോ? ആർ ദേ ഗോയിങ്? അവർ പോവുകയല്ലേ? ആറിന്റ് ദേ ഗോയിങ്? അവര് വന്നുകൊണ്ടിരിക്കുകയാണ്, ദേ ആർ കമ്മിങ്. ദേ ആർ ഓൺ ദ വേ എന്ന് പറയും. ദേ ആർ കമ്മിങ്. അവർ വന്നുകൊണ്ടിരിക്കുകയാണ്, ദേ ആർ കമ്മിങ്. അവർ വന്നുകൊണ്ടിരിക്കുകയാണോ? ആർ ദേ കമ്മിങ്? അവർ വന്നുകൊണ്ടിരിക്കുകയല്ലേ? ആറിന്റ് ദേ കമ്മിങ്? അവള് പഠിക്കുകയാണ്, ഷീ ഈസ് സ്റ്റഡിയിങ്. അവള് പഠിക്കുകയാണോ? ഈസ് ഷീ സ്റ്റഡിയിങ്? അവള് പഠിക്കുകയല്ലേ? ഈസ് ഷീ സ്റ്റഡിയിങ്? അടുത്തത്, അവൻ ജോലി ചെയ്യുകയാണ്, ഹി ഈസ് വർക്കിംഗ്. അവൻ ജോലി ചെയ്യുകയാണോ? ഈസ് ഹി വർക്കിംഗ്? അവൻ ജോലി ചെയ്യല്ലേ? ഈസ് ഹി വർക്കിംഗ്? അവർ ഞങ്ങളെ സഹായിക്കുകയാണ്, ദേ ആർ ഹെൽപ്പിംഗ് അസ്. അവർ നിങ്ങളെ സഹായിക്കുകയാണോ? ആർ ദേ ഹെൽപ്പിംഗ് യു? അവിടെ അസ് വന്നാൽ യു വരും. അവർ നിങ്ങളെ സഹായിക്കുകയാണോ? ആർ ദേ ഹെൽപ്പിംഗ് യു? അവർ നിങ്ങളെ സഹായിക്കുകയല്ലേ? ആറിന്റ് ദേ ഹെൽപ്പിംഗ് യു? ആറിന്റ് ദേ ഹെൽപ്പിംഗ് യു? അവള് മാത്തമാറ്റിക്സ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ഷീ ഈസ് ടീച്ചിങ് മാത്തമാറ്റിക്സ്. അവള് മാത്തമാറ്റിക്സ് പഠിപ്പിക്കുകയാണോ? ഈസ് ഷീ ടീച്ചിങ് മാത്തമാറ്റിക്സ്? അവള് മാത്തമാറ്റിക്സ് പഠിപ്പിക്കുകയല്ലേ? ഈസ് ഷീ ടീച്ചിങ് മാത്തമാറ്റിക്സ്? മഴ പെയ്യുകയാണ്, ഇറ്റ് ഈസ് റെയിനിങ്. മഴ പെയ്യുകയാണോ? ഈസ് ഇറ്റ് റെയിൻ? മഴ പെയ്യല്ലേ? ഈസ് ഇറ്റ് റെയിനിങ്? വളരെ എളുപ്പമാണ്. അപ്പോൾ നെഗറ്റീവ് ചോദ്യം കോൺട്രാക്റ്റഡ് ഫോമിൽ നിർമ്മിക്കാൻ വളരെ എളുപ്പമാണ്. ഇനി ഇതിന്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പാർട്ട് നോൺ കോൺട്രാക്റ്റഡ് ഫോമിൽ എങ്ങനെ നെഗറ്റീവ് ചോദ്യങ്ങൾ നിർമ്മിക്കാമെന്നുള്ളത്. ഐ വി യു ദ ഹി ഷീ പ്രോനൗണുകൾ ഉപയോഗിച്ചും പ്രോനൗണുകൾ അല്ലാതെയും നെഗറ്റീവ് ചോദ്യവാക്യങ്ങൾ എങ്ങനെ നോൺ കോൺട്രാക്റ്റഡ് ഫോമിൽ നിർമ്മിക്കാം എന്നാണ് നമ്മൾ അടുത്തത് പരിശോധിക്കാൻ പോകുന്നത്. നമുക്കപ്പോൾ അതിലേക്ക് പോകാം. നമുക്കിനി കോൺട്രാക്റ്റഡ് ഫോമിലുള്ള നെഗറ്റീവ് ചോദ്യവാക്യങ്ങളെ സ്പ്ലിറ്റ് ചെയ്ത് നോൺ കോൺട്രാക്റ്റഡ് ഫോമിലേക്ക് മാറ്റുന്നത് എങ്ങനെയാണെന്ന് പരിശോധിക്കാം. ആദ്യമായിട്ട് അവൻ പോവുകയല്ലേ, ഈസൻ ഹി ഗോയിങ് എന്ന വാക്യത്തെ സ്പ്ലിറ്റ് ചെയ്ത് ഈസൻ നോട്ടുമാക്കി മാറ്റിയാൽ എന്ത് സംഭവിക്കും എന്ന് പരിശോധിക്കാം. അപ്പൊ അവൻ പോവുകയല്ലേ, ഈസന്റ് ഹി ഗോയിങ്? അതിന് ഈസിനെ നോട്ടിനെ സ്പ്ലിറ്റ് ചെയ്താൽ എസ് നോട്ട് കിട്ടും. ഹി ഗോയിങ് എന്ന് ചോദിച്ചാൽ അത് തെറ്റാണ്. ഇസ്ന്റ് ഹി ഗോയിങ്ങിലെ ഇസിനെ നോട്ടിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിട്ട് ഈസ് നോട്ട് ഹി ഗോയിങ് എന്ന് ചോദിച്ചാൽ അത് തെറ്റാണ്. പകരം നമ്മൾ മുൻപ് പഠിച്ചതുപോലെ തന്നെ ഇസ് എഴുതിയ ശേഷം സബ്ജക്റ്റിന് ഇഞ്ഞു കൊണ്ടുവരണം. അപ്പൊ ഈസ് ഹി നോട്ട് ഗോയിങ് എന്നാണ് ചോദിക്കേണ്ടത്. അപ്പോ isn't he going ശരി, is not he going തെറ്റ്, is he not going ശരി. ഇനി അവന്റെ സ്ഥാനത്ത് അവരെ വെച്ചാൽ ഇപ്പൊ എങ്ങനെ ചോദിക്കാം? അവർ പോവുകയല്ലേ? എങ്ങനെ ചോദിക്കാം? aren't they going? ഇതിനെ സ്പ്ലിറ്റ് ചെയ്തു, ആറിനെയും നോട്ടിനെയും സ്പ്ലിറ്റ് ചെയ്തു. അപ്പൊ എങ്ങനെ വരാം? ആർ നോട്ട് ദേ ഗോയിങ് ശരിയാണ്? അല്ല, തെറ്റാണ്. പകരം ആർ ദേ നോട്ട് ഗോയിങ് എന്ന് ചോദിക്കണം. അപ്പൊ സിമ്പിൾ ആണ്, അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല, എന്നാൽ അത്ര സിമ്പിൾ അല്ല. ഒന്ന് ശ്രദ്ധിച്ചാൽ കിട്ടും. ഒരു സെന്റൻസിനകത്തുള്ള ആറിനെ സ്പ്ലിറ്റ് ചെയ്ത് കോൺട്രാക്റ്റഡ് ഫോമിൽ നിന്ന് നോൺ കോൺട്രാക്റ്റഡ് ഫോമിലേക്ക് മാറ്റുമ്പോൾ സബ്ജക്റ്റിനെ നോട്ടിന്റെ മുന്നിൽ കൊണ്ടുവരണം. ആരാണോ പ്രവൃത്തി ചെയ്യുന്നത് അയാളെ നോട്ടിന്റെ മുന്നിൽ കൊണ്ടുവരണം. നമുക്ക് 2-3 എക്സാമ്പിൾ ചെയ്യുമ്പോഴേക്കും ഇക്കാര്യം പിടികിട്ടും. നമുക്ക് നോക്കാം. അവൾ പഠിക്കുകയാണോ? വളരെ എളുപ്പമാണ്. ഈസ് ഷീ സ്റ്റഡിയിങ്? അവൾ പഠിക്കുകയല്ലേ, പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ഈസൻ ഷീ സ്റ്റഡിയിങ്? അതുവരെ ഓക്കെയാണ്. ഇനി ഈസിനെ നോട്ടിനെ സ്പ്ലിറ്റ് ചെയ്താൽ ഈസൻ ഷീ സ്റ്റഡിയിങ്ങിനെ ഈസ് നോട്ട് ഷീ സ്റ്റഡിയിങ് എന്ന് ചോദിച്ചാൽ അത് തെറ്റാണ്. പകരം ഈസ് ഷീ നോട്ട് സ്റ്റഡിയിങ് എന്നാക്കി മാറ്റണം. അപ്പൊ isn't she studying? അവൾ പഠിക്കുകയല്ലേ? is she not studying ആക്കി മാറ്റണം. is not she studying എന്നാക്കി പറഞ്ഞാൽ അത് തെറ്റാണ്. അടുത്തത്, അവർ നിന്നെ സഹായിക്കുകയാണോ? are they helping you? അവർ നിന്നെ സഹായിക്കുകയല്ലേ? aren't they helping you? അല്ലെങ്കിൽ are they
നോട്ട് ഹെൽപ്പിംഗ് യു ആണ് ശരി. ആർ നോട്ട് ദേ ഹെൽപ്പിംഗ് യു എന്ന് ചോദിച്ചാൽ അത് തെറ്റാണ്. അവൾ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണോ? എങ്ങനെ ചോദിക്കാം? ഈസ് ഷീ വാച്ചിങ് ടി വി? അവൾ ടി വി കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? isn't she watching TV? ഇസിനെ നോട്ടിനെ സ്പ്ലിറ്റ് ചെയ്താൽ is she not watching TV? അതാണ് ശരി. is not she watching TV എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഒരെണ്ണം കൂടിയിട്ട്. മഴ പെയ്യുകയാണോ? is it raining? മഴ പെയ്യുകയല്ലേ? isn't it raining? isn't സ്പ്ലിറ്റ് ചെയ്താൽ is it not raining? ശരി. is not it raining എന്ന് ചോദിച്ചാൽ അത് തെറ്റാണ്. ഒരെണ്ണം കൂടി നോക്കാം. നീ പഠിക്കുകയാണോ? ആർ യു സ്റ്റഡിങ്? നീ പഠിക്കുകയല്ലേ? ആർ യു സ്റ്റഡിങ്? അല്ലെങ്കിലോ ആർ യു നോട്ട് സ്റ്റഡിങ് ആണ് ശരി. ആർ നോട്ട് യു സ്റ്റഡിങ് എന്ന് ചോദിച്ചാൽ അത് തെറ്റാണ്. അപ്പൊ ഇത്രയും പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഐ വി യു ദ ഹി ഷീറ്റ് പ്രോനൗണുകൾക്ക് പകരം മറ്റ് നൗണുകൾ നോൺ കോൺട്രാക്റ്റഡ് ഫോമിലേക്ക് വന്നാൽ എന്ത് സംഭവിക്കും എന്ന് പരിശോധിക്കാം. ആദ്യമായിട്ട് നമുക്ക് രാജു പഠിക്കുകയല്ലേ, പിന്നെ രാജുവിന്റെ സ്ഥാനത്ത് അവൻ പഠിക്കുകയല്ലേ, ഈ രണ്ട് നെഗറ്റീവ് ചോദ്യങ്ങളും കോൺട്രാക്റ്റഡും നോൺ കോൺട്രാക്റ്റഡ് ഫോമിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. അപ്പൊ നമുക്കൊരു കോളം വരയ്ക്കാം. ആദ്യം നമുക്ക് അവൻ പഠിക്കുകയല്ലേ എന്ന ചോദ്യവാക്യം എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്ന് പരിശോധിക്കാം. അത് നമ്മൾ പഠിച്ചതാണ്. എങ്ങനെ ചോദിക്കാം? isn't he studying? isn't he studying? ഇത് കോൺട്രാക്റ്റഡ് ഫോം. നോൺ കോൺട്രാക്റ്റഡ് ഫോമിലേക്ക് വരുമ്പോൾ is he not studying? is he not studying? is not he studying എന്ന് ചോദിച്ചാൽ അത് തെറ്റാണ്. ഇനി ഹീയുടെ സ്ഥാനത്ത് രാജു വന്നാൽ എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ ദ സ്റ്റുഡന്റ് വന്നാൽ എന്ത് സംഭവിക്കും? നമുക്ക് നോക്കാം. എങ്ങനെ വരാം? isn't the student studying? isn't the student studying? ഇനി ഈസിനെ നോട്ടിനെ സ്പ്ലിറ്റ് ചെയ്താൽ ഇവിടെ ചെയ്തതുപോലെ is the student not studying? is the student not studying? അത് മാത്രമല്ല is not the student studying ശരിയാണ്. അപ്പോൾ ഐ വി യു ദ ഹി ഷീറ്റ് പ്രോനൗണുകൾ വന്നു കഴിഞ്ഞാൽ രണ്ട് രീതിയിൽ മാത്രമേ നമുക്ക് നെഗറ്റീവ് ചോദ്യവാക്യങ്ങൾ നിർമ്മിക്കാൻ സാധിക്കുള്ളൂ. ആ പ്രോനൗണുകൾക്ക് പകരം മറ്റെന്തെങ്കിലും നൗണുകൾ വന്നാൽ മൂന്ന് രീതിയിൽ നമുക്ക് നെഗറ്റീവ് ചോദ്യവാക്യങ്ങൾ നിർമ്മിക്കാൻ സാധിക്കും. നമുക്കിനി ഒന്നോ രണ്ടോ എക്സാമ്പിൾ കൂടി നോക്കുമ്പോഴേക്കും ഇക്കാര്യം നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് അവർ നിങ്ങളെ സഹായിക്കുകയല്ലേ എങ്ങനെ ചോദിക്കാം? aren't they helping you? aren't they helping you? അപ്പൊ ആറിനെ സ്പ്ലിറ്റ് ചെയ്താൽ എങ്ങനെ വരാം? are they not helping you? are not they helping you എന്ന് ചോദിക്കാൻ പാടില്ല. പകരം are they not helping you? അപ്പൊ അവർ നിങ്ങളെ സഹായിക്കുകയല്ലേ. ഒന്നുകിൽ aren't they helping you അല്ലെങ്കിലോ are they not helping you ആണ് ശരി. ഇനി നമുക്ക് ദേക്ക് പകരം ദ പോലീസ് ചേർക്കാം. ദ പോലീസ് എന്ന് പറയുമ്പോൾ പ്ലൂറൽ ആണ്, ദേ ആണ്. ദ പോലീസ് ഓഫീസർ സിംഗുലർ ആണ്. ദ പോലീസ് മാനും ദ പോലീസ് വുമണും സിംഗുലർ ആണ്. പക്ഷെ ദ പോലീസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പ്ലൂറൽ ആണ്, ദേ ആണ്. അപ്പൊ പോലീസുകാർ നിങ്ങളെ സഹായിക്കുകയല്ലേ എങ്ങനെ ചോദിക്കാം? aren't the police helping you? ശരി. are the police not helping you? ശരി. ഇനി are not the police helping you ശരിയാണ്. അപ്പോ പോലീസിന്റെ കാര്യം വരുമ്പോ are not the police helping you ശരിയാണ്. അവിടെ പോലീസിന്റെ സ്ഥാനത്ത് they വന്നാൽ are not they helping you തെറ്റാണ്. ഒരു എക്സാമ്പിൾ കൂടി. അവർ ഉറങ്ങുകയല്ലേ എങ്ങനെ ചോദിക്കാം? aren't they sleeping? ഇനി ആറിനെ സ്പ്ലിറ്റ് ചെയ്താൽ are they not sleeping? are not they sleeping എന്ന് ചോദിക്കാൻ പാടില്ല. അപ്പൊ അവർ ഉറങ്ങുകയല്ലേ, aren't they sleeping ശരി. are they not sleeping ശരി. are not they sleeping തെറ്റ്.
ഇനി അവരുടെ സ്ഥാനത്ത് ദ ചിൽഡ്രൻ വന്നാലോ, കുട്ടികൾ വന്നാലോ നോക്കാം. അപ്പൊ ആ കുട്ടികൾ ഉറങ്ങുകയല്ലേ. ആറിന്റെ ദ ചിൽഡ്രൻ സ്ലീപ്പിംഗ്? ശരി. ആർ ദ ചിൽഡ്രൻ നോട്ട് സ്ലീപ്പിംഗ്? ശരി. ആർ നോട്ട് ദ ചിൽഡ്രൻ സ്ലീപ്പിംഗ്? ശരി. അപ്പോ കുട്ടികൾ എന്ന് പറയുമ്പോൾ മൂന്നും ശരിയാണ്. കുട്ടികളുടെ സ്ഥാനത്ത് ദേ വന്നാൽ രണ്ട് രീതിയുള്ളൂ, ഒരു രീതി തെറ്റാണ്. ഇനി നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഷോർട്ട് റെസ്പോൺസസിലേക്ക് പോകാം. നമുക്കിനി പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ റെസ്പോൺസുകൾ നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്ന് പരിശോധിക്കാം. ഷോർട്ട് റെസ്പോൺസസ് ഉണ്ട്, അല്ലാതെ ലോങ് ആയിട്ടുള്ള റെസ്പോൺസസ് ഉണ്ട്. നമ്മൾ സിമ്പിൾ പാസ്റ്റിലും സിമ്പിൾ പ്രസന്റിലും റെസ്പോൺസുകൾ നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്ന് വളരെ വിശദമായിട്ട് പഠിച്ചതാണ്. അതുകൊണ്ട് ഈ ക്ലാസ് ഒരു അല്പം വേഗത്തിലാണ് പോകുന്നത്. ആദ്യമായിട്ട് ഈ ക്ലാസ് കാണുന്നവർ അതുകൂടി കണ്ടിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്കൊരു എക്സാമ്പിളിലേക്ക് പോവാം. ആദ്യമായിട്ട് നമുക്കൊരു നമ്മൾ ബാങ്കിൽ പോയി എന്ന് കരുതുക. ബാങ്കിൽ പോയപ്പോൾ നമ്മളൊരു ഫ്രണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അവിടെ കുറെ നേരമായിട്ട് ബാങ്കിൽ നിൽക്കുന്നു, നമ്മളെ ഫ്രണ്ട് കുറെ നേരമായിട്ട് ബാങ്കിൽ നിൽക്കുകയാണ്. അപ്പൊ പുള്ളിക്കാരൻ ഒരു സംശയം നമ്മൾ തന്നെയാണോ, പിന്നെ നോക്കിയപ്പോഴാണ് നമ്മളാണ് പിടികിട്ടിയത്. അപ്പൊ പുള്ളി നമ്മളോട് ചോദിക്കുകയാണ്, നീ എന്താണ് ഇവിടെ കുറെ നേരമായിട്ട് നിൽക്കുന്നുണ്ടല്ലോ, എന്താ കാര്യം? അപ്പൊ നമ്മൾ പറയാണ്, ഞാൻ മാനേജറെ കാത്തു നിൽക്കുകയാണ്, ഞാൻ പുള്ളിക്കാരനെ കാത്തു നിൽക്കുകയാണ്. എങ്ങനെ പറയാം? ഐ ആം വെയിറ്റിംഗ് ഫോർ ഹിം, ഐ ആം വെയിറ്റിംഗ് ഫോർ ദ മാനേജർ, അല്ലെങ്കിൽ ഐ ആം വെയിറ്റിംഗ് ഫോർ ഹിം. ഐ ആം വെയിറ്റിംഗ് ഫോർ ഹിം, ഞാൻ അദ്ദേഹത്തെ കാത്തു നിൽക്കുകയാണ്. എ എന്ന് പറയുന്ന ആൾ നമ്മൾ പറഞ്ഞു. അപ്പൊ ബി എന്ന് പറയുന്ന നമ്മളെ ഫ്രണ്ട് പറയാണ്, ഞാനും മാനേജറെ കാത്തു നിൽക്കുകയാണ്. എങ്ങനെ പറയാം? ഐ ആം വെയിറ്റിംഗ് ഫോർ ഹിം ടു. നമ്മൾ നേരത്തെ പഠിച്ചതാണ്, പോസിറ്റീവ് ആണെങ്കിൽ ടു ചേർക്കുക. ഐ ആം വെയിറ്റിംഗ് ഫോർ ഹിം ടു. ഇനി നമുക്കതിന്റെ നെഗറ്റീവ് ഫോമിലേക്ക് പോവാം. ഞാൻ മാനേജറെ കാത്തു നിൽക്കുക, ഞാൻ വേറൊരാളെ കാത്തു നിൽക്കുക, ഞാൻ മാനേജറെ കാത്തു നിൽക്കുകയല്ല. എങ്ങനെ പറയാം? ഐ ആം നോട്ട് വെയിറ്റിംഗ് ഫോർ ദ മാനേജർ, അല്ലെങ്കിൽ നമുക്ക് തൽക്കാലം ഹിം എന്ന് എഴുതാം. ഐ എം നോട്ട് വെയിറ്റിംഗ് ഫോർ ഹിം, ഞാൻ അദ്ദേഹത്തെ കാത്തു നിൽക്കുകയല്ല. അപ്പൊ ബി പറയുന്നു, മറ്റേ ആൾ പറയുന്നു, ഞാനും പുള്ളിക്കാരനെ കാത്തു നിൽക്കുകയല്ല. എങ്ങനെ പറയാം? ഐ ആം നോട്ട് വെയിറ്റിംഗ് ഫോർ ഹിം. നെഗറ്റീവ് ആണ്, ടു വരാൻ പാടില്ല, എയ്തർ വരണം. I am not waiting for him either. ഇപ്പൊ പോസിറ്റീവ് ആണെങ്കിൽ ടു, നെഗറ്റീവ് ആണെങ്കിൽ either. ഇപ്പൊ ഒരാൾ പറയാണ്, മിനി ഒരു ബേക്കറിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെ പറയാം? മിനി ഈസ് വർക്കിംഗ് ഇൻ എ ബേക്കറി. അപ്പൊ മറ്റൊരാൾ പറയാണ്, സന്തോഷ് ഒരു ബേക്കറിയിലാണ് വർക്ക് ചെയ്യുന്നത്. എങ്ങനെ പറയും? സന്തോഷ് ഈസ് വർക്കിംഗ് ഇൻ എ ബേക്കറി ടു. സന്തോഷ് ഈസ് വർക്കിംഗ് ഇൻ എ ബേക്കറി ടു. ഇത് നമുക്കൊരു നെഗറ്റീവ് ഫോം നോക്കാം. അവള് പഠിക്കുകയല്ല, അവള് ടി വി കണ്ടോണ്ടിരിക്കുക, അവള് പഠിക്കുകയല്ല. ഷീസ് വാച്ചിങ് ടി വി, അവൾ പഠിക്കുകയല്ല. ഷീസ് നോട്ട് സ്റ്റഡിയിങ്. അവൾ പറയാണ്, അവളുടെ ബ്രദറും പഠിക്കുകയല്ല. എങ്ങനെ പറയാം? ഹെർ ബ്രദർ ഈസ് നോട്ട് സ്റ്റഡിയിങ് ടു. പറ്റുമോ? ഇല്ല, നെഗറ്റീവ് ആണ്. ഹെർ ബ്രദർ ഈസ് നോട്ട് സ്റ്റഡിയിങ് എയ്തർ. ഹെർ ബ്രദർ ഈസ് നോട്ട് സ്റ്റഡിയിങ് എയ്തർ. അപ്പൊ നമുക്ക് ഇത്രയും പഠിച്ച സ്ഥിതിക്ക് നമുക്ക് ഇതിന്റെ ഷോർട്ട് റെസ്പോൺസസ്, അവളുടെ ബ്രദറും പഠിച്ചുകൊണ്ടിരിക്കുകയല്ല എന്നൊക്കെ പറയുന്നതിന് പകരം അവളുടെ ബ്രദറും ഞാനും അവനും എന്നൊക്കെ എങ്ങനെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിച്ച് പറയാം എന്ന് പരിശോധിക്കാം. അടുത്തതായിട്ട് നമുക്ക് ഷോർട്ട് റെസ്പോൺസസിലേക്ക് പോവാം. എന്ന് പറയുമ്പോൾ ഞാൻ പുള്ളിക്കാരനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെന്ന് ഒരാൾ പറയുമ്പോൾ ഞാനും പുള്ളിക്കാരനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെന്ന് വലിച്ചു നീട്ടി പറയുന്നതിന് പകരം ഞാനും എന്നെങ്ങനെ പറയാം എന്ന് പരിശോധിക്കാം. അതിനായിട്ട് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പഠിച്ചതാണ്, പോസിറ്റീവ് വാക്യങ്ങൾ പറയുമ്പോൾ സോയും നെഗറ്റീവ് വാക്യങ്ങൾ പറയുമ്പോൾ നെയ്തറും നോറും ഉപയോഗിക്കണം എന്നുള്ള കാര്യം. ഇവിടെ പോസിറ്റീവ് വാക്യമാണ്, ഐ ആം വെയിറ്റിംഗ് ഫോർ ഹിം, ഞാൻ അദ്ദേഹത്തെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പൊ ഞാനും എന്ന് പറയാൻ പോസിറ്റീവ് ആയതുകൊണ്ട് സോ ചേർത്തു. ഞാനും എന്ന് പറയുമ്പോൾ ഐക്ക് ആം ആണ് വരേണ്ടത്. സോ ആം ഐ, സോ ആം ഐ, ഞാനും. ഇതേ സംഗതി ഞാൻ പുള്ളിക്കാരനെ വെയിറ്റ് ചെയ്ത് നിൽക്കല്ലോ, വേറൊരാളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെന്ന് ഒരാൾ പറയുമ്പോൾ ഞാനും അങ്ങനെയല്ല എന്ന് പറയാൻ എങ്ങനെ പറയാം? സോയ്ക്ക് പകരം നെയ്തർ അല്ലെങ്കിൽ നോർ ആണ് വരേണ്ടത്. ആദ്യം നെയ്തർ വെച്ച് പറയുമ്പോൾ നെയ്തർ ആം ഐ, അല്ലെങ്കിൽ നോർ ആം ഐ. ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന സംഗതി,
നെഗറ്റീവ് സെന്റൻസിൽ ഇവിടെ നോട്ട് വന്നിട്ടുണ്ട് എന്ന് കരുതി ഷോർട്ട് റെസ്പോൺസസിൽ ഒരിക്കലും നോട്ട് ചേർക്കാൻ പാടില്ല. നെയ്തറിനകത്തും നോറിനകത്തും ഒരു നോ ഓൾറെഡി ഒളിച്ചു കിടപ്പുണ്ട്. അതുകൊണ്ട് അതിനുശേഷം ഹെൽപ്പിംഗ് വെർബ് ആമോ ഈസോ ആറോ വന്നാൽ അതിനുശേഷം ഒരു കാരണവശാലും നോട്ട് ചേർക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ ശ്രദ്ധിക്കാം. എ എന്ന് പറയുന്ന ആൾ പറയുന്നു അവർ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദേ ആർ വാച്ചിങ് ടി വി. അപ്പൊ ബി എന്ന ആൾ പറയുന്നു അവളും ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ വലിച്ചു നീട്ടി പറയാം? ഷീ ഈസ് വാച്ചിങ് ടി വി ടു. ഷീ ഈസ് വാച്ചിങ് ടി വി ടു. അവളും ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ചുരുക്കി പറയാം? സോ ഷീ ആണ്, ഷീക്ക് ഈസ് ആണ് വരുന്നത്. സോ ഈസ് ഷീ. സോ ഈസ് ഷീ. ഇനി ഇതിന്റെ നെഗറ്റീവ് ഫോം നോക്കാം. ദേ ആർ നോട്ട് വാച്ചിങ് ടി വി എന്ന് ഒരാൾ പറയുന്നു. അവർ ടി വി കണ്ടുകൊണ്ടിരിക്കുകയല്ല, അവർ വേറെന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവർ ടി വി കണ്ടുകൊണ്ടിരിക്കുകയല്ല. അപ്പൊ ബി പറയുന്നു അവളും ടി വി കണ്ടുകൊണ്ടിരിക്കുകയല്ല. നീട്ടി പറയണമെങ്കിൽ ഷീ ഈസ് നോട്ട് അല്ലെങ്കിൽ ഈസ് എന്ന് പറയാം. ഷീ ഈസ് നോട്ട് വാച്ചിങ് ടി വി either. അപ്പൊ പോസിറ്റീവ് ആണെങ്കിൽ ടു, നെഗറ്റീവ് ആണെങ്കിൽ either. ഇതിനെ ചുരുക്കി പറഞ്ഞാൽ neither. Neither is she. Neither is she. അല്ലെങ്കിലോ nor is she. ഒന്നുകിൽ neither is she അല്ലെങ്കിൽ nor is she. പോസിറ്റീവ് ആണെങ്കിൽ so വരണം, നെഗറ്റീവ് ആണെങ്കിൽ ഒന്നുകിൽ neither അല്ലെങ്കിൽ no. അപ്പൊ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 7 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ പരിശീലന ചോദ്യങ്ങളും ഉത്തരങ്ങളെല്ലാം നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട്. പുതിയതായിട്ട് ഈ ക്ലാസ് കാണുന്നവരോട് ഒരു വാക്ക്, ഇതൊരു സൗജന്യ പഠന പദ്ധതിയാണ്. ഈ പ്രോഗ്രാമിൽ അംഗമാകുന്നതിന് വേണ്ടിയിട്ട് 9188005525 എന്ന നമ്പറിലേക്ക് വിളപ്പിൽ ഇംഗ്ലീഷ് എന്ന വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ ഇതിനെ തുടർന്ന് കിട്ടുന്ന പരിശീലന ചോദ്യങ്ങൾ, അവയുടെ ഉത്തരങ്ങൾ, കൂടുതൽ നോട്ട്സ് എല്ലാം നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ടാവും. അടുത്ത ആഴ്ച പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കും അതിൽ അംഗത്വം ലഭിക്കുന്നതാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് പരിചയപ്പെടാൻ പോകുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് സിമ്പിൾ പാസ്റ്റിനോടൊപ്പം വെൻ, ബിഫോർ, ആഫ്റ്റർ എന്നിവ എങ്ങനെയാണ് ചേർക്കേണ്ടത് എന്നും കൂടി അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പൊ ഈ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ആ കാര്യങ്ങൾ മൊത്തത്തിൽ പഠിക്കാൻ പോവാണ്. അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.